കുട്ടിക്കാലത്ത് അമ്മയുടെ അടുത്ത് മക്കൾ വാശി പിടിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഭക്ഷണം വാരിക്കൊടുക്കാനും കുളിപ്പിക്കാനും താരാട്ടുപാടി ഉറക്കാനുമൊക്കെ അമ്മ വേണം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇതിനൊക്കെ എന്നെങ്കിലും നമ്മൾ അവരോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? കറിക്കൽപ്പം രുചി കുറഞ്ഞാലും ചോദിക്കുന്നതെല്ലാം തന്നില്ലെങ്കിലും മക്കളുടെ വരെയും വഴക്ക് കേൾക്കേണ്ടി വരുന്ന ഹതഭാഗ്യം. വാർദ്ധക്യാവസ്ഥയിലെത്തിയാലും ഇങ്ങനെ കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും മാത്രം കേൾക്കേണ്ടി വരുന്നവർ. കുട്ടിക്കാലത്തെ മക്കളുടെ വാശിയെ കുസൃതിയായി മാത്രം കണ്ടാൽ മതി. എന്നാൽ വലുതായി കഴിഞ്ഞും അമ്മയെ വീട്ടിലെ ജോലിക്കാരിയെ പോലെ കാണുന്ന ചിലരുണ്ട്. കൊല്ലം കടക്കലിൽ കൈ കഴുകാൻ വെള്ളം കോരി നൽകാത്തതിനാണ് 67-കാരിയുടെ കൈ മകൻ തല്ലി ഓടിച്ചത്. ആ കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ജീവിതത്തിൽ പഴികൾ കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യണം. ഭർത്താവിന്റെയും മക്കളുടെയും കുറ്റപ്പെടുത്തലും കേൾക്കണം. പണിയെല്ലാം എടുത്ത് ഒന്ന് തലചായ്ക്കാൻ കിടന്നാൽ അതിന്റെ പേരിലും വഴക്ക്. നമ്മുടെ നാട്ടിലെ ചില അമ്മമാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കൊല്ലം കടക്കലിൽ അമ്മയുടെ കൈ മകൻ അടിച്ചൊടിച്ച സംഭവം ഏറെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാൻ വെള്ളം നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു കോട്ടുക്കൽ സ്വദേശി നസറുദ്ദീന്റെ ആക്രമണം. പരിക്കേറ്റ 67-കാരിയായ കുൽസം ബീവി ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കോട്ടക്കൽ സ്വദേശി 67-കാരിയായ കുലുസും ബീവിയുടെ ഇടതുകൈയാണ് വിറക് കമ്പുകൊണ്ട് അടിച്ചൊടിച്ചത്. സംഭവത്തിൽ 45 വയസ്സുള്ള മകൻ നിസാറുദ്ദീൻ അറസ്റ്റിലായി. ഈ മാസം 16-നാണ് കേസിനാസ്പദമായ സംഭവമെന്ന് പോലീസ് പറഞ്ഞു. വൈകിട്ട് 4:30-യോടെ വീട്ടിലെത്തിയ നസറുദ്ദീൻ ഭക്ഷണം ചോദിച്ചു. അമ്മ മകന് ഭക്ഷണം നൽകി. ഇറച്ചിക്കറിയിൽ നെയ്യ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് ഇയാൾ മാതാവിനെ അസഭ്യം പറഞ്ഞു. ആഹാരം കഴിച്ച ശേഷം കൈ കഴുകാൻ വെള്ളം കോരി നൽകിയില്ല എന്ന് പറഞ്ഞ് മുറിയിലെത്തി കട്ടിലിലിരുന്ന കുലുസും ബീവിയെ പിടിച്ചുവലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് ഇവർ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നൽകി. വെള്ളം കോരാൻ താമസിച്ചു എന്ന് പറഞ്ഞ് തൊട്ടിയും വെള്ളവും വലിച്ചെറിയുകയും സമീപത്തുണ്ടായിരുന്ന വിറക് കഷ്ണം കൊണ്ട് അടിക്കുകയുമായിരുന്നു. സഹായിക്കോ? വെള്ളം തന്നാ വേണ്ടില്ല, എന്റെ മോലാ തിന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വെച്ച് വെക്കുന്നത് വരപ്പുള്ള തിന്നുന്ന മലപ്പുറത്ത് പോയിച്ചൊക്കെ വരപ്പോയി ഞാൻ വെച്ച് വെക്കുന്നത് തിന്നുന്നത്. കക്ഷി തിന്നിട്ട് ഇരുന്ന ബാക്കി ആഹാരം എടുത്ത് അയത്തളയും. ബാക്കി എടുത്താൽ വെച്ചെടുത്താൽ എറിഞ്ഞ് മിറ്റത്തെറിഞ്ഞ് കറി എടുത്തെറിഞ്ഞ് ചോറ് എടുത്തെറിഞ്ഞ് ഞാൻ നോൻപ് മുറിച്ച് ഞാൻ എന്തോ തിന്നു. ഇനിയിപ്പം ഞാൻ നോൻപോട്ടും കൂടി ഇന്നല്ലേ അടുത്ത വീട്ടിൽ നിന്ന് ചായ മറ്റേ കൊച്ചു അവിടെ നിന്ന് ചായ ഇട്ടുകൊണ്ട് ഓടിക്കൊണ്ട് തരുന്നു. പിന്നെ മരുന്നുള്ള എവർക്കുള്ള രണ്ടാമത്തെ അവൻ്റെ പെണ്ണ് അവള് വിളിച്ചു പറഞ്ഞാൽ മറ്റേ കൊച്ചു അറിഞ്ഞത്. അകർന്ന് വിളിച്ചു പോയിട്ടൊന്നും അതും അറിഞ്ഞില്ല. എന്നിട്ട് അത് ഓടിക്കൊണ്ട് വന്ന് ഒരു കുറേ ചായ ഇട്ടുകൊണ്ട് വന്ന് തന്ന് അത് വെച്ച് അപ്പുറത്തെ വീട്ടിൽ ഇരുന്ന നോൻപ് മുറിക്കുന്നത്. അത് പച്ചവെള്ളം കൊണ്ട് തന്ന ആ കൊച്ചി, അടുത്ത വീട്ടിലെ കൊച്ചി. എന്നിട്ട് എണ്ണയൊക്കെ ഇട്ട് തടവി തന്നെ കയ്യിൽ കാലിലൊക്കെ. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചത്. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളും ഭക്ഷണവും ഇയാൾ നശിപ്പിച്ചു. കുലുസും ബീവിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്താണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊല്ലം. പെൺമക്കളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തെന്നറിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അമ്മമാർ എന്തു ചെയ്യും? ആകെ ഭയന്ന് വിറച്ച് മാനസികമായി തളർന്നു പോകും. എന്നാൽ പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളെ ഉപദ്രവിച്ചയാളെ കൈകാര്യം ചെയ്ത ഒരു ധൈര്യശാലിയായ അമ്മയെക്കുറിച്ചുള്ള വാർത്തയാണിത്. സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ചും പുറത്തിറങ്ങിയ ശേഷവും ഉപദ്രവം തുടർന്നതോടെയാണ് സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ അമ്മ പ്രതിയുടെ മുഖത്തടിച്ചത്. കേസിൽ അടൂർ സ്വദേശി രാമകൃഷ്ണപിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ അമ്മയെ അഭിനന്ദിക്കേണ്ടതിന് പകരം പോലീസ് അവർക്കെതിരെയും കേസെടുക്കുകയാണ് ചെയ്തത്.
അടൂർ നെല്ലിമുകൾ ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിയാണ് രാധാകൃഷ്ണപിള്ള ഉപദ്രവിച്ചത്. കുട്ടിയുടെ ദേഹത്ത് ഇയാൾ പലതവണ മോശമായ രീതിയിൽ സ്പർശിച്ചു. ഇതോടെ വിദ്യാർത്ഥിനി അമ്മയെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ അമ്മയെയും പ്രതി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇതോടെയാണ് അമ്മ പ്രതിയുടെ മുഖത്തടിച്ചത്. ആവശ്യമില്ലാതെ പെമ്പിള്ളാർ ദേഹത്ത് തൊടരുത് പറഞ്ഞാട്ടല്ലോ. പിന്നെ പേടിക്കുന്നേ എവിടെയുള്ളതാ അവന്റെ പേരും അഡ്രസ്സും ഒക്കെ എന്ന് പറഞ്ഞേ സ്റ്റേഷനിൽ വിളിച്ച. സഹികെട്ടാണ് പ്രതിയെ അടിക്കേണ്ടി വന്നതെന്ന് അമ്മ വിശദീകരിച്ചു. അടിയേറ്റ പ്രതിയുടെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട്. ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി. ഇയാളെ ഉപദ്രവിച്ചെന്ന പരാതിയിൽ കുട്ടിയുടെ അമ്മയുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കേണ്ടി വന്ന ഒരു യുവതിയുണ്ട് കണ്ണൂർ ആലക്കോട്. എല്ലാം സഹിച്ചു മടുത്ത് ഒടുവിൽ അവർ വാടക വീട്ടിലേക്ക് താമസം മാറി. പിന്നീട് വിവാഹമോചനത്തിനായി കോടതിയെയും സമീപിച്ചു. എന്നാൽ വീണ്ടും ആക്രമണവുമായി രംഗത്തെത്തുകയാണ് ഇവരുടെ ഭർത്താവ്. ഉപജീവന മാർഗമായിരുന്ന തയ്യൽക്കട തീവെച്ച് നശിപ്പിച്ചു. പലതവണ വീടിന് നേരെ ആക്രമണമുണ്ടായി. കഴിഞ്ഞ രാത്രി ഭർത്താവ് മഹേഷ് വീണ്ടും വീട്ടിലെത്തി. ജനാല ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. പരാതി നൽകിയിട്ടും ആലക്കോട് പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് യുവതി ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് യുവതിയുടെ വീട്ടിലെത്തി ഭർത്താവ് മഹേഷ് അതിക്രമം നടത്തിയത്. വാടക വീടിന്റെ ജനാല ചില്ലുകൾ കല്ലെടുത്തി തകർക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തെന്നാണ് യുവതിയുടെ പരാതി. ഇവരുടെ വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിലാണ്. നിരവധി തവണ സമാന രീതിയിൽ ഇയാൾ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും ആലക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും യുവതി പറയുന്നു. ഞാൻ അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടുകൂടി ജനലിന് ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോൾ പുള്ളിയായിരുന്നു പുറത്ത് നിൽക്കുന്നത്. അന്നേരം ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വാതിൽ. അകത്തേക്ക് വാതിൽ തള്ളി കയറാൻ വരുമ്പോൾ തുറക്കാൻ പറഞ്ഞ് കുറേ തേറി വിളിച്ചിരുന്നെ. തുറക്കടി തന്നെ കൊല്ലുകയുള്ളൂ കത്തിക്കുകയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്തേക്കും പറഞ്ഞില്ല. അന്നേരം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അരമണിക്കൂറിന് ശേഷം പോലീസുകാർ വന്നു. അവർ വന്നപ്പോൾ അവർ വന്ന് വിളിച്ചപ്പോൾ പുറത്തിറങ്ങി വന്നു. പിന്നെ അടുത്ത വരവ് 10-10:45 അവർ വന്ന് കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് മഹേഷ് എവിടെയാന്ന് നോക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. അവർ പിന്നെ വന്നില്ല. പോകാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ മഹേഷ് പിന്നെ ഒരു 10-10:45 വീണ്ടും വന്നു. ഭയങ്കരമായിട്ട് ഇവിടെ തെറി വിളിക്കൊക്കെ ഞാൻ അന്നേരത്തിന് അടുത്ത വീട്ടിലേക്ക്. മുൻപ് ഇവരുടെ തയ്യൽക്കട മഹേഷ് തീവച്ച് നശിപ്പിച്ചിരുന്നു. കോടതി വളപ്പിൽ വെച്ച് വധഭീഷണി മുഴക്കിയതിനെ തുടർന്ന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകാനും കോടതി ഉത്തരവിടുകയുണ്ടായി. എന്നാൽ ഇതും പാലിക്കപ്പെട്ടില്ലെന്ന് യുവതി പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ. മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസ് ഏറെ ഭയപ്പെടുത്തുന്നതാണ്. വീട്ടിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ സംഭവം. യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളാഞ്ചേരി പീടികപ്പടി സ്വദേശികളായ സുനിൽ, ശശി, പ്രകാശൻ എന്നിവരാണ് പിടിയിലായത്. മദ്യലഹരിയിലാണ് ഇവർ അതിക്രമം കാട്ടിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മലപ്പുറം വളാഞ്ചേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ വളാഞ്ചേരി പീടികപ്പടി സ്വദേശികളായ വെള്ളാട്ടുപടി സുനിൽ, താമിത്തൊടി ശശി, പ്രകാശൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രകാശൻ ഒഴികെയുള്ള 2 പേരെയും കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചതോടെ ഇവരെ അറസ്റ്റ് ചെയ്തു. മൂന്നാമനായ പ്രകാശൻ പാലക്കാട് നിന്നാണ് പിടിയിലായത്. 5 ദിവസം മുമ്പായിരുന്നു സംസ്ഥാനത്തെ തന്നെ നടുക്കുന്ന സംഭവം ഉണ്ടായത്. രാത്രി വീടിനുള്ളിലേക്ക് അതിക്രമിച്ചെത്തിയ പ്രതികൾ യുവതിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ശാരീരികവും മാനസികവുമായി പ്രയാസം നേരിട്ട യുവതി സംഭവം തന്റെ സുഹൃത്തിനോട് പറഞ്ഞു. ഈ സുഹൃത്താണ് പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി യുവതിയുടെ മൊഴിയെടുക്കുകയായിരുന്നു.
പേരറിയില്ലെങ്കിലും 3 പേരെയും കണ്ടാൽ തിരിച്ചറിയുമെന്ന് യുവതി നേരത്തെ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. മദ്യലഹരിയിലായിരുന്നു അതിക്രമമെന്നാണ് പരാതി. തിരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വരും ദിവസങ്ങളിൽ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെ തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് തീരുമാനം. അതുകൊണ്ടുതന്നെ പ്രതികളെ കാണിക്കുന്നതിൽ നിയന്ത്രണമുണ്ടെന്നും പോലീസ് അറിയിച്ചു. പിടിയിലായവർക്ക് പുറമെ മറ്റാർക്കെങ്കിലും കേസിൽ ബന്ധമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. മുതിർന്നവർ മാത്രമല്ല, കുട്ടികളും പല രീതിയിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഇക്കാലത്ത് അവരെ കേൾക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ്. ഒടുവിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിലർ ചിന്തിച്ചു പോകും. തിരുവനന്തപുരം വെള്ളറടയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം ഏറെ ഗൌരവത്തോടെ കാണണം. വെള്ളറട സ്വദേശികളായ അരുണാനന്ദകുമാർ, ഷൈനി ദമ്പതികളുടെ മകൻ അബി എന്ന അഖിലേഷ് കുമാറിനെയാണ് ജനാലക്കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് പോലീസ് പറയുമ്പോഴും സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര കോവല്ലൂരിലാണ് 13 വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വീട്ടിലെ ജനാലക്കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. 2 കൈയും തുണികൊണ്ട് കെട്ടിയ നിലയിലാണ്. കാലുകൾ തറയിൽ തട്ടിയ നിലയിൽ കണ്ടതും ദുരൂഹതയുണർത്തി. ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെള്ളറട അമ്പലം സ്വദേശികളായ അരുളാനന്ദ്, ഷൈനി ദമ്പതികളുടെ മകനാണ് മരിച്ച അഖിലേഷ് കുമാർ. വാഴ്ചൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. സംഭവ സമയം മാതാപിതാക്കൾ വീട്ടിലില്ലായിരുന്നു. ഷൈനിയുടെ പിതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊച്ചിയിലെയും സമീപ നഗരങ്ങളിലെയും പ്രധാന പ്രശ്നം ഗതാഗതക്കുരുക്കും പാർക്കിങ്ങിന്റെ അസൌകര്യവുമാണ്. ഇതിന്റെ പേരിൽ വ്യാപാരികൾ തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ആലുവയിൽ കഴിഞ്ഞ ദിവസം ചിപ്സ് കട ഉടമകളും ജീവനക്കാരും തമ്മിലടിച്ചത് പാർക്കിങ്ങിനെ ചൊല്ലിയാണ്. കൂട്ടയടിയിൽ ഒരാൾക്ക് പരിക്കേറ്റു. 2 കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏറെ തിരക്കേറിയ ആലുവ പറവൂർ കവലയിൽ ഇന്നലെ വൈകിട്ടാണ് വ്യാപാരികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. 2 ചിപ്സ് കടകൾക്ക് മുന്നിലെ പാർക്കിങ്ങിന്റെ പേരിലായിരുന്നു കൂട്ടയടി. കുറച്ചു ദിവസങ്ങളായി ഇവിടുത്തെ വ്യാപാരികളും ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് പാർക്കിങ്ങിനെ ചൊല്ലി 2 കടയിലെയും ഉടമകൾ പരസ്പരം ഏറ്റുമുട്ടുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു. രണ്ട് കടകളിലെയും ജീവനക്കാരും രംഗത്തെത്തിയതോടെ കൂട്ടയടിയായി. സംഘർഷം കുറച്ചു സമയം നീണ്ടുനിന്നതോടെ ആലുവ പറവൂർ കവലയിൽ ഗതാഗത തടസ്സവുമുണ്ടായി. സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആലുവ പോലീസ് ഇരുകൂട്ടർക്കുമെതിരെ കേസെടുത്തു. പൊതുസ്ഥലത്ത് സംഘർഷം ഉണ്ടാക്കിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസിന്റെ നടപടി. ന്യൂസ് 18 കൊച്ചി. അത്യാഹിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിയിക്കേണ്ടത്. എന്നാൽ നമ്മുടെ സേനാ വിഭാഗങ്ങളെ പോലും കബളിപ്പിക്കുന്ന ചില മനോരോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. തിരുവനന്തപുരം മാനവീയം വീഥിയിലെ മരത്തിൽ ബൈക്കിന്റെ താക്കോൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു. താക്കോൽ കണ്ടെത്താൻ
മരത്തിൽ പിടിച്ച് കുലുക്കിയ ഫയർഫോഴ്സിനെ കണ്ട് യുവാവ് പൊട്ടിച്ചിരിച്ചതോടെയാണ് സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ഇതോടെ കണ്ണമൂല സ്വദേശി രതീഷിനെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്ന് അഗ്നിശമന സേന പറയുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11:45 ഒരു യുവാവ് ഫയർഫോഴ്സ് ഓഫീസിലേക്ക് വിളിച്ച് താൻ ഈ താക്കോൽ കൂട്ടം കൈവെള്ളയിലിട്ട് മുകളിലേക്ക് ഉയർത്തിയെറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ ഈ താക്കോൽ കൂട്ടം മരത്തിന് മുകളിൽ കുടുങ്ങി എന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നത്. തനിക്ക് വീട്ടിൽ പോകാൻ മറ്റു നിർവാഹമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഈ താക്കോൽ കൂട്ടം കണ്ടെത്താൻ സഹായിക്കണമെന്ന ദയനീയമായ സ്വരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് എത്തിയ ഫോൺ കോൾ. ഉടൻ തന്നെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും, അതായത് ഈ നൈറ്റ് വിഷൻ സംവിധാനങ്ങളുമായി ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പാഞ്ഞെത്തുന്നു. ഇവിടെ എത്തിയതിനു ശേഷം ഈ ആൽത്തറ ജംഗ്ഷനിലേക്ക് തിരിയുന്ന വഴിയിലുള്ള ഒരു വലിയ വൃക്ഷമാണ്. ഈ വൃക്ഷത്തിന്റെ ശിഖരത്തിലാണ് ഈ താക്കോൽ കൂട്ടം ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ അത് മുകളിൽ കുടുങ്ങിയെന്ന ഈ യുവാവ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവരുടെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ വാഹനത്തിന് മുകളിൽ കയറി നിന്ന് വലിയ ടോർച്ചുകൾ അടിച്ച് ഈ ശിഖരങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം ആ ശിഖരങ്ങൾ അവരുടെ കൈവശമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ശക്തമായി കുലുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴൊന്നും ഈ താക്കോൽ കൂട്ടം താഴെ വീഴുന്നില്ല. പെട്ടെന്ന് ഈ യുവാവിനോട് കാണുന്നില്ലല്ലോ ഈ താക്കോൽ കൂട്ടം എന്ന് പറയുമ്പോൾ ഇയാൾ ഈ താഴെ വീണിട്ടുണ്ടാവാം എന്ന് പറയുന്നു. അങ്ങനെ ഈ പരിസരം മുഴുവൻ, ഇവിടെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വലിയ കുഴികളൊക്കെ നേരത്തെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്ന നിർമ്മാണം പൂർത്തിയാകുന്നുള്ള ആ കുഴികളിലടക്കം വിശദമായ പരിശോധന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ അർദ്ധരാത്രി നടത്തുന്ന സാഹചര്യം. ഈ സമയത്ത് ഈ യുവാവ് ഇവിടെ മാറി നിന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അഗ്നിശമന സേന ഉറപ്പിക്കുന്നത്. തുടർന്ന് അവർ മ്യൂസിയം പോലീസിനെ വിവരമറിയിക്കുന്നു. മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ കണ്ണമൂല സ്വദേശിയായ രതീഷാണ് ഇയാളെന്ന് ബോധ്യമാകുന്നു. മുൻപും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലടക്കം പ്രതിയാണ് രതീഷ്. ഇയാൾ ഫയർഫോഴ്സിനെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തതെന്നാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമാക്കിയത്. തുടർന്ന് മ്യൂസിയം പോലീസ് ഈ അവശ്യ സർവീസായ ഫയർഫോഴ്സിന്റെ സേവനം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി 118B വകുപ്പ് ചുമത്തി ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വിളിച്ച് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ചാണ്, ഇപ്പോൾ ഒരു അഗ്നിബാധയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ടേൺ ഔട്ട് ചെയ്ത് പോകുന്ന വാഹനം ആ രീതിയിലായിരിക്കും പോകുന്നത്. കാരണം നമുക്ക് റോഡിൽ എടുക്കാവുന്ന പരമാവധി വേഗത എടുത്തായിരിക്കും ഇത്തരം കോളുകൾ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വാഹനത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും പുറത്തുള്ള ആൾക്കാർക്കും ഒക്കെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും അപകട സാധ്യത ഉണ്ട്. കാരണം അത്രയ്ക്ക് സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അനാവശ്യമായിട്ട് ഇത്തരത്തിലൊരു കോള് നമ്മളെ വിളിച്ച് അനാവശ്യമായിട്ട് അറിയിക്കുന്നതോടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത്തരത്തിൽ അപകട സാധ്യത വീണ്ടും കൂടിക്കൊണ്ടിരിക്കും, ആ വാഹനത്തിലുള്ളവർക്കും റോഡിലുള്ളവർക്കും എല്ലാം. ഫയർഫോഴ്സിനെതിരെ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത്. ഇതിനെതിരെ ഗൌരവതരമായ നടപടി എടുക്കണമെന്ന ആവശ്യവുമായി അഗ്നിശമന സേന തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരിക്കും. കോഴിക്കോട് വടകരയിൽ റെയിൽവേയുടെ സിഗ്നൽ തകരാറിലായ ഒരു സംഭവത്തിലേക്കാണ് വിശദമായി പരിശോധിച്ചപ്പോൾ സിഗ്നൽ കേബിൾ മുറിച്ചു മാറ്റിയ നിലയിൽ. പിന്നീടാണ് കേബിൾ മോഷ്ടിച്ചതാണ് മനസ്സിലായത്. കോഴിക്കോട് RPF നടത്തിയ അന്വേഷണത്തിൽ 2 പേർ അറസ്റ്റിലായി. അസം സ്വദേശികളായ മനോവർ അലി, അബ്ബാസ് അലി എന്നിവരെയാണ് കോഴിക്കോട് RPF പിടികൂടിയത്. മോഷ്ടിച്ച 12 മീറ്റർ സിഗ്നൽ കേബിളും ഇത് മുറിക്കാൻ ഉപയോഗിച്ച ആക്സോ ബ്ലേഡും കണ്ടെടുത്തു. വടകര പൂവാടൻ ഗേറ്റിന് സമീപമാണ് റെയിൽവേ സിഗ്നൽ കേബിൾ മുറിച്ചു മാറ്റിയത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഇക്കാര്യം റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ട്രെയിനുകൾക്ക് സിഗ്നൽ ലഭിക്കാതായതോടെയായിരുന്നു പരിശോധന. സിഗ്നൽ ലഭിക്കാത്തതിനാൽ ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും പോകേണ്ട ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലും നിർത്തിയിടേണ്ടി വന്നിരുന്നു. സംഭവത്തിൽ അസം സ്വദേശികളായ മനോവർ അലി, അബ്ബാസ് അലി എന്നിവരെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. വടകര പരവന്തലയ്ക്ക് സമീപം പഴയ വീട് വാടകയ്ക്കെടുത്ത് ആക്രിക്കച്ചവടം നടത്തുന്നവരാണ് പിടിയിലായ 2 പേരും. മനോവർ അലിയാണ് പൂവാടൻ ഗേറ്റിലെത്തി കേബിൾ മുറിച്ചുകൊണ്ടുപോയത്.
RPF സംഘം സ്ഥലത്ത് പരിശോധന നടത്തുന്നതിനിടെ റെയിൽവേ ട്രാക്കിന് സമീപത്തായി മനോഹർ അലിയെ കണ്ടു. സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോൾ കേബിളിന്റെ ഒരു ഭാഗം കൈവശം കണ്ടെത്തി. തുടർന്ന് ആക്രിക്കച്ചവടം നടത്തുന്ന സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ബാക്കി ഭാഗവും കണ്ടെത്തുകയായിരുന്നു. മുറിച്ചുമാറ്റിയ കേബിളുകൾ രാത്രിയിൽ കടത്താനായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നത്. ഇൻസ്പെക്ടർ ഉപേന്ദ്രൻ, സബ് ഇൻസ്പെക്ടർ ധന്യ PM, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദിനേശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 വടകര. പോലീസ് പെട്രോളിന് പോകുന്നത് ഇടുക്കി നെടുങ്കണ്ടത്തേക്കാണ്. നെടുങ്കണ്ടത്ത് ദേവാലയത്തിന്റെ മണി മോഷ്ടിച്ച് കടത്താൻ ശ്രമം. നെടുങ്കണ്ടം പുഷ്പകണ്ഠം സെന്റ് മേരീസ് പള്ളിയുടെ മണിയാണ് നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചത്. ഇവരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മോഷണം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ദേവാലയത്തിന്റെ പിൻഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മണി സമീപത്ത് കിടന്നിരുന്ന ഡെസ്കിൽ കയറി നാടോടി സ്ത്രീകൾ അഴിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് ഇത് തുണിയിൽ പൊതിഞ്ഞ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ ഇവരെ തടഞ്ഞു നിർത്തുകയും നെടുങ്കണ്ടം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. ഒരു 11 മണിയോടുകൂടി ഞങ്ങളുടെ പുഷ്പകണ്ഠം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ മണി മോഷ്ടിച്ചുണ്ടായി. എന്തായാലും അവർ മണി മോഷ്ടിച്ച ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നാട്ടുകാർ ഇവരെ കാണുകയും സംശയാസ്പദമായ രീതിയിൽ അവരെ പിടികൂടുകയും ചെയ്തു. ആദ്യം അവർ ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയും പിന്നെ അവിടെ സ്ത്രീകളൊക്കെ വന്ന് അവരുടെ പരിശോധന പരമായിട്ട് ഞങ്ങളുടെ മണി അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അവരെ നെടുങ്കണ്ടം സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് അവരെ തൊണ്ടിയോടുകൂടി സാധനം കണ്ടു പിടിച്ചു. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഏതാനും നാളുകളായി മോഷണശല്യം രൂക്ഷമാണ്. ആക്രി സാധനങ്ങൾ പൊറുക്കുന്നതിന്റെ മറവിൽ നാടോടികൾ മോഷണം നടത്തുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കിളിമാനൂരിൽ പഞ്ചായത്ത് അംഗത്തെ മർദ്ദിച്ച പ്രതികൾ അറസ്റ്റിൽ. പഴയ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാംനാഥിനെ മർദ്ദിച്ച കേസിലാണ് 2 പേർ പിടിയിലായത്. ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിൽ സാഹസിക യാത്ര നടത്തിയ കാർ മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിൽ. കാറിലുണ്ടായിരുന്ന യുവാക്കൾക്കെതിരെ കേസെടുത്തു. ഇടുക്കി രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. ഉടുമ്പൻചോല എക്സൈസ് സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തി നശിപ്പിച്ചത്. പട്ടാമ്പി ആമയൂർ കോളേജിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ 6 പേർ അറസ്റ്റിൽ. സംഭവത്തിൽ 15 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വടകരയിൽ 30 കുപ്പി വിദേശ മദ്യവുമായി യുവാവ് അറസ്റ്റിൽ. തിക്കൊടി പള്ളിക്കര സ്വദേശി ഉണ്ണികൃഷ്ണനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. വയനാട് തിരുനെല്ലിയിൽ വിദേശ വനിതയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ റിസോർട്ട് ജീവനക്കാരൻ പിടിയിൽ. തലപ്പുഴ സ്വദേശി EM മോവിനെയാണ് തിരുനെല്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ വീണ്ടും ബോംബുകൾ കണ്ടെത്തി. കൂത്തുപറമ്പിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ഉഗ്രശേഷിയുള്ള 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. രേണുകാസ്വാമി കൊലക്കേസിൽ കന്നഡ സിനിമാ താരം ദർശൻ ഉൾപ്പെടെ 4 പ്രതികൾ ജൂലൈ 4 വരെ റിമാൻഡിൽ. ദർശന് പുറമെ കൂട്ടുപ്രതികളായ വിനയ്, പ്രദോഷ്, ധനരാജ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. നടി പവിത്ര ഗൌഡ ഉൾപ്പെടെയുള്ള മറ്റ് 13 പ്രതികളെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം. വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ബസ് സ്റ്റാൻഡിൽ നിറയെ യാത്രക്കാരുള്ളപ്പോഴായിരുന്നു സംഭവം. കമ്പും തടിയും ഉപയോഗിച്ചായിരുന്നു ഏറ്റുമുട്ടൽ. ബസ് ജീവനക്കാരും ടാക്സി ഡ്രൈവർമാരും ചേർന്നാണ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘർഷം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുപോലെ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്യാമ്പസുകളിലും പരിസര പ്രദേശങ്ങളിലും പോലീസുകാരെ ഡ്യൂട്ടിക്ക് വിന്യസിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.